ഉറി ഭീകരാക്രമണത്തിന് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യൻ നീക്കം. പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഉറി ഭീകരാക്രമണത്തിൽ പാക് പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പാകിസ്ഥാന് കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണം സംബന്ധിച്ച് ചർച്ച ചെയ്തു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു സൈനികൻ കൂടി ഇന്ന് മരിച്ചു. അതേസമയം ഉറി പ്രദേശത്ത് നടത്തിയ തിരച്ചിൽ സൈന്യം അവസാനിപ്പിച്ചു. ഉറി ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് യോജിച്ച മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് മുകളിൽ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചു. ഇതിനായി ഉറി ഭീകരാക്രമണത്തിൽ പാക് പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്താരാഷ്ട്ര സമിതികൾക്ക് നൽകാനും യോഗത്തിൽ ധാരണയായി. അതോടൊപ്പം ഭീകരാക്രമണത്തിലെ പാക് പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ സൈനിക തലത്തിൽ ഇന്ത്യ പാകിസ്ഥാന് കൈമാറും. GPS ട്രാക്കർ, ഭീകരവാദികളിൽ നിന്ന് പിടിച്ചെടുത്ത പാക് മുദ്രയുള്ള ആയുധങ്ങൾ എന്നിവയാണ് കൈമാറുക. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന മന്ത്രിമാർ, കരസേനാ മേധാവി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവർ പങ്കെടുത്തു. ഉറി ഭീകരാക്രമണത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചു. അതിനിടെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു ജവാൻ കൂടി മരണപ്പെട്ടു. ഇതോടെ മരണസംഖ്യ 18ആയി. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട 17 ജവാന്മാർക്കും സൈന്യം ഔദ്യോഗികമായി അന്തിമാഭിവാദ്യം അർപ്പിച്ചു. ശ്രീനഗറിൽ നടന്ന ചടങ്ങിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി അന്തിമോപചാരം അർപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ഉറിയുടെ മുറിവുണക്കുന്നത് എങ്ങനെയെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നയതന്ത്ര വിദഗ്ധൻ MK ഭദ്രകുമാർ, BJP വക്താവ് JR പത്മകുമാർ, കോൺഗ്രസ് നേതാവ് KV തോമസ് MP, റിട്ടയർഡ് മേജർ ജനറൽ KA ജേക്കബ്, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ AS സുരേഷ് കുമാർ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 1 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.